എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ട് എനിക്ക്. ഒരുപാട് കുട്ടികൾ, എല്ലാ കുട്ടികളും ഇങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊന്ന് ചോദിക്കുന്നു. പണ്ടത്തെക്കാളും കുറച്ചുകൂടി എല്ലാവർക്കും സ്നേഹം വന്ന പോലെ തോന്നുന്നു. എന്നേ നടന്നു തുടങ്ങിയതാണ്. യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിന്റെ തുടക്കത്തിലാണ്. കടന്നു വന്ന വഴികളിൽ കാൽപ്പാടുകളുണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അപ്പോഴത്തേക്ക് ഒരു വാർഡ് മെമ്പറാണ് ഞങ്ങളെ ഇവിടോട്ട് കൊണ്ടാക്കി. ഞാനും അമ്മയും ചേച്ചിയാണ് ഇവിടെ വന്ന. എൻ്റെ ഫാമിലി തന്നെയാണ് നമസ്തേ. അതും പോരാതെ ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് ആ ടൈമിലൊന്നും വീടില്ല. എപ്പോഴാണ് വീടായത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിച്ചാൽ എൻ്റെ വീട് നമസ്തയാണ്, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമസ്തേ 2000-ൽ രൂപം കണ്ട ഒരു സന്നദ്ധ സംഘടനയാണ് നമസ്തേ വിങ്സ് ടു ഫ്ലൈ. കുട്ടികൾക്കും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സംഘടനയാണ്. എല്ലാ വെക്കേഷനും ഹോമിലെ കുട്ടികൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കുറേയധികം കുട്ടികൾ വീട്ടിലേക്ക് പോകുമ്പോഴും പോകാത്ത കുട്ടികളുടെ ഒരു എണ്ണത്തിലാണ് ശശികല അന്നും ഉള്ളത്. കാരണം അവർക്ക് പോകാൻ വീടോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ജോലിയായിട്ട് പിന്നെ നമ്മൾ കൊടുത്തു. 2 മക്കൾ ഇവിടെ നിന്ന് പഠിച്ചു. നന്നായിട്ട് പടം വരയ്ക്കും, അത്യാവശ്യം നൃത്തം ചെയ്യും. പഠനത്തിനിടയിലെ ഇടവേളകളിൽ അമ്മയെ കാണാൻ ഇറങ്ങും. വീടാൻ തോറും ജോലിക്ക് വീടോടെ നിന്ന് പോകണമാണ്. 5 വർഷം കൊണ്ട് പുറത്താണ് ജോലി ചെയ്യുന്നത്. ആ 12 വർഷം നമസ്തയിലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഷോക്കായിട്ടൊന്നുമല്ലേ, നമ്മളെ പ്രതീക്ഷയിലുള്ളതല്ലല്ലോ. ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം സ്ട്രോങ് ആയത് +1 +2ലാണ്. ഒരു വർഷം ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് തവണ ഡ്രോപ്പ് ചെയ്യാൻ തോന്നി. എന്നാലും അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമസ്തേന്ന് സ്റ്റാഫുകളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുമെന്ന് തോന്നി. നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ആദ്യ അലോട്ട്മെന്റിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. നമ്മൾ എങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല, നമ്മൾ ഇനി എങ്ങനെ മരിക്കും എന്നതിലാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഈ ഒരു ലോകത്തെ വിട്ടു പോകുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ മാതൃക ആവണം എന്നുള്ളത് എൻ്റെ ചെറുതിലേ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനിപ്പോ കുറച്ചൊക്കെ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ശശികലയുടെ ലോകമാണ്. ഇവിടെ നിറയുന്നത് അഭിമാനം തുളുമ്പുന്ന സന്തോഷമാണ്. ഈ ചേച്ചിയുടെ പേരിൽ എത്രയെത്ര കുഞ്ഞു സ്വപ്നങ്ങളാണ് ഇന്നു മുതൽ നടന്നു തുടങ്ങുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുലെ, ഇരുട്ടിലെ വെളിച്ചമാണ് ശശികല അല്ലേ? ആ പ്രഭയിൽ അത് ചന്ദ്രനെയും മറികടന്ന സൂര്യനെ പോലെ തിളങ്ങട്ടെ എന്നാണ് ശശികലയെ കാണുമ്പോൾ തോന്നുന്നത്. ആ ആത്മവിശ്വാസത്തിന് പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെ ജനിച്ചു എന്നല്ല, എങ്ങനെ നമ്മൾ മരിക്കുന്നു, അത് എത്രത്തോളം മാതൃകയായി നമുക്ക് മാറാൻ കഴിയുന്നു എന്നതാണ്. എന്തായാലും മിടുക്കിയാണല്ലേ? അതെ, ഈ വെളിച്ചം എല്ലാവരും അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ശശികലയെ വിളിക്കുന്നത്. ശശികല വെച്ച് ടി വിയിലേക്കാണോ, ടി വിയിലേക്കാണെങ്കിൽ വേണോ ചേട്ടാ എന്നുള്ള രീതിയിലാണ് ആദ്യം ചോദിച്ചത്. പിന്നെ ശശികലയെ പറഞ്ഞു ഇത് എല്ലാവരും അറിയണ്ടേ, നമുക്കിന്ന് ഈ പറഞ്ഞതുപോലെ അങ്ങ് എടുക്കാം, നമുക്ക് ശശികലയുടെ ഇടത്തിലേക്ക് പോകാം, നമസ്തയിലേക്ക് പോയി എടുക്കാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുകയായിരുന്നു ഒരു പരിധി വരെ. അതിനുശേഷം എന്നെ സംബന്ധിച്ച് ശശികലയെ കൊണ്ട് ഈ കഥ പറയിക്കണം, അതിനപ്പുറത്തേക്ക് ഇതിലേക്ക് എങ്ങനെ എത്തി അതൊക്കെ ആളിൽ അറിയിക്കണം എന്നുള്ളൊരു വലിയ ദൗത്യമുണ്ട്. അപ്പോൾ ശശികല ഇങ്ങനെ മടി കാണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ പ്രസംഗത്തിൻ്റെ കുറച്ച് വരികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എത്രമാത്രം എന്താ പറയുക, അത്രയും ആത്മവിശ്വാസത്തോടെ അത്രയും മൂല്യമുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അത്രമാത്രം പക്വതയുള്ള വാക്കുകളാണ് ശശികല പറഞ്ഞത്. അപ്പോൾ ഉള്ളിൽ വാക്കുകളും ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള കുട്ടിയാണ്. ഡോക്ടറായാൽ തന്നെ അത് ആതുര സേവന മേഖലയിൽ എന്താ പറയുക, ആളുകൾക്ക് സേവനത്തോടെ, സേവന തൽപരതയോടെ കാര്യങ്ങൾ ചെയ്യണമെന്നുകൂടി മോള് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമ്മയുടെ കാര്യം ഇത് തന്നെയാണ്. അമ്മയെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടവേളകൾ വീട്ടിൽ പോവുകയാണ്. അമ്മ വീട്ടിൽ ജോലി ചെയ്യുകയാണ്. അമ്മയും മടിയുണ്ടായിരുന്നു, അമ്മയും പറഞ്ഞു തുടങ്ങിയപ്പോൾ സന്തോഷമായി. പിന്നെ നമസ്തേ ആ സംഘടനയാണ് ഇത്രയും കൊണ്ടുവന്നത്. 3-ാം വയസ്സിൽ പുതിയൊരിടത്തിലേക്ക് പറിച്ചു നട്ടപ്പെടുന്നു. പിന്നെ അവിടുന്ന് ഡോക്ടറാകാനുള്ള ആഗ്രഹം പുസ്തകത്തിന്റെ താളിന്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ആകണമെന്ന്. അതിന്ന് ആകുകയാണ്. എന്തായാലും ആഗ്രഹം വലിയ കാര്യമാണ്. പിന്നെ ആ പക്വത, അത് ജീവിതത്തിന്റെ കടുപ്പം കാഠിന്യമാണ് ആ പക്വതയിലേക്ക് ആ മിടിക്കെ നയിച്ചത്. അപ്പോൾ ഗംഭീരമായിട്ട് ശശികല, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ശരി രാഹുലെ.